വരും മണിക്കൂറിൽ കേരളത്തിലെ പാലക്കാട്, വയനാട് ജില്ലകളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴയ്ക്ക് സാധ്യത. ഡിറ്റ്വ ചുഴലിക്കാറ്റ് ശക്തി കുറഞ്ഞു അതിതീവ്ര ന്യൂനമർദ്ദമായി മാറി. വരുന്ന 12 മണിക്കൂറിനുള്ളിൽ വീണ്ടും ശക്തി കുറഞ്ഞ് തീവ്ര ന്യൂനമർദ്ദമായി മാറും. ഡിറ്റ്വ നാളെയോടെ ആന്ധ്ര തീരത്തെത്തും. ഡിറ്റ്വ ചുഴലിക്കാറ്റ് തീവ്ര ന്യൂനമർദ്ദമായി മാറിയെങ്കിലും തീരദേശ തമിഴ്നാട്ടിൽ കനത്ത മഴ ലഭിക്കും. കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രം മഴയ്ക്ക് സാധ്യതയുള്ളത്. ഡിറ്റ്വ ചുഴലിക്കാറ്റ് നാശം വിതച്ച ശ്രീലങ്കയിൽ മരണസംഖ്യ 200 കഴിഞ്ഞു. 150ഓളം പേരെ കാണാതായി. 20 ജില്ലകൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ടെങ്കിലും സ്ഥിതി അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇന്തോനേഷ്യയിലുണ്ടായ പ്രളയത്തിൽ 303 പേർ മരിച്ചു. ജാവ, സുമാത്രയിലുമാണ് പ്രളയം കൂടുതൽ നാശം വിതച്ചത്. 279 പേരെ കാണാതായി. 80,000-ഓളം ജനങ്ങൾ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് കഴിയുന്നത്.